ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ്. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ജിൻഡോയെക്കുറിച്ച് വരുന്നത് അത്ര സുഖകരമായ വാർത്തകളല്ല. അടുത്തിടെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് പുതിയൊരു കേസും ജിൻഡോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിൻഡോയുടെ സ്വഭാവം തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്നും അതിനാൽ കേസിൽ പെട്ടുവെന്നറിഞ്ഞപ്പോൾ ഞെട്ടൽ തോന്നിയില്ലെന്നും പറയുകയാണ് ബിഗ് ബോസ് താരം സിജോ. ഒരു ഫംഗ്ഷന് പോലും ജിൻഡോയെ ക്ഷണിക്കാറില്ലെന്നും അയാൾ വന്നാൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം മോശമാണെന്നും സിജോ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നു. 20 ലക്ഷത്തിനടുത്ത് പണം മുടക്കി PR-നാളെ നിർത്തിയാണ് ബിഗ് ബോസ് ജിൻഡോ വിജയിച്ചതെന്നും സിജോ പറയുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമം ജിൻഡോയ്ക്കെതിരെ കേസ് വീണ്ടും ജിൻഡോയ്ക്കെതിരെ പുതിയൊരു കേസ് കൂടി വന്നിരിക്കുന്നു. നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പുതിയ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സീസണിലുണ്ടായിരുന്ന ആളുകളെ ഞങ്ങൾക്കറിയാവുന്നതുപോലെ പ്രേക്ഷകർക്ക് പോലും അറിയില്ല. ബിഗ് ബോസിൽ നടന്നതും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ആളുകൾ പുറത്തു പറയാറില്ല. അത് 1 ഇയർ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. പേയ്മെന്റ് അടക്കമുള്ളതിൽ ഭാവിയിൽ ബുദ്ധിമുട്ട് വരരുതെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് പറയാത്തത്. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞ അനുഭവങ്ങൾ മത്സരാർത്ഥികൾ പറയാൻ തയ്യാറായാൽ ആളുകൾ വിശ്വസിക്കാറുമില്ല. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് ജിൻഡോയ്ക്കെതിരെ കേസ് വന്നപ്പോൾ എനിക്കൊരു ഞെട്ടൽ തോന്നിയില്ല. കാരണം ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്തവരെല്ലാം ഇങ്ങനെ ഒരു കേസ് പ്രതീക്ഷിച്ചിരുന്നു. ഹൗസിൽ ഞങ്ങൾ കണ്ട ജിൻഡോയല്ല പ്രേക്ഷകരായ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ജിൻഡോ വിജയാകില്ലെന്ന് ഞങ്ങൾക്കെല്ലാം 100% ഉറപ്പായിരുന്നു. ഇത് അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കരുതണ്ട. ഒരു കുശുമ്പും ജിൻഡോയോട് എനിക്കില്ല. ജിൻഡോയോട് ഞങ്ങൾ പറഞ്ഞതും ചോദ്യം ചെയ്തതുമായ ഫൂട്ടേജുകളൊന്നും ബിഗ് ബോസ് ടീം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നില്ല. പകരം ഒരു പാവപ്പെട്ട ഒരുപാട് നന്മകളുള്ള വ്യക്തി എന്ന രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ജിൻഡോയെ എത്തിച്ചത്. വലിയൊരു PR കൊടുത്തിട്ടാണ് ജിൻഡോ മത്സരിക്കാൻ വന്നത്. 15 മുതൽ 20 ലക്ഷം രൂപയ്ക്കാണ് ജിൻഡോ PR വർക്കിന് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു PR ടീം കപ്പ് നേടാൻ ജിൻഡോയെ സഹായിച്ചു. തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് ജിൻഡോ ആ PR ടീമിനെയും പറ്റിച്ചു. സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റവും ഞങ്ങൾ അയാളെക്കുറിച്ച് കേട്ട കഥകളുമെല്ലാം നിരവധിയാണ്. അതുകൊണ്ടാണ് സീസൺ 6 മത്സരാർത്ഥികളുടെ ഫംഗ്ഷനുകളിൽ ജിൻഡോയെ കാണാത്തത്. ജിൻഡോ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഹൗസിൽ വെച്ച് തന്നെ ജിൻഡോയുടെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കി. ക്വാളിറ്റി ഇല്ലാത്ത വിന്നറാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വിവാഹത്തിന് മാത്രമേ ജിൻഡോയെ ക്ഷണിച്ചിരുന്നുള്ളൂ. ബാച്ചിലർ പാർട്ടിക്കൊന്നും ക്ഷണിച്ചിട്ടില്ല. അതിന് കാരണം ജിൻഡോ വന്നാൽ സ്ത്രീകൾക്കടക്കം ബുദ്ധിമുട്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ജിൻഡോയുടെ ഡ്രാമയിൽ ഇനിയെങ്കിലും നിങ്ങൾ വീണു പോകരുതെന്നും സിജോ പറയുന്നു.